اللهم صل على محمد وعلى آله وصحبه أجمعين. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈസി ഖുർആൻ സ്റ്റഡി സെന്ററിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം വിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ അധ്യായമായ സൂറ അൽ അറാഫ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂറത്തുൽ അറാഫിലെ 28 സൂക്തങ്ങളുടെ ആശയങ്ങൾ നാം ഗ്രഹിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് 29 മുതലുള്ള ആയത്തുകൾ ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അമറ റബ്ബി ബിൽ ഖിസ്ത് وأقيموا وجوهكم عند كل مسجد وادعوه مخلصين له الدين كما بدأكم تعودون فريقا هدى وفريقا حق عليهم الضلالة إنهم اتخذوا الشياطين أولياء من دون الله ويحسبون أنهم مهتدون. കഴിഞ്ഞ സൂക്തങ്ങളിൽ വളരെ ശ്രദ്ധേയമായ ആശയങ്ങളാണല്ലോ നാം മനസ്സിലാക്കിയത്. ആദിമാതാപിതാക്കൾ പിശാചിന്റെ പ്രേരണക്ക് വഴങ്ങിയിട്ട് ദൈവകൽപ്പനയിൽ നിന്ന് വഴുതിപ്പോയതിനെ കുറിച്ചാണ് നാം പഠിച്ചത്. അങ്ങനെ അവർ പശ്ചാത്തപിച്ച് അള്ളാഹുലേക്ക് മടങ്ങി. അതോടൊപ്പം അള്ളാഹു തആല അവരുടെ ദൗത്യ നിർവഹണത്തിന് വേണ്ടിയിട്ട് അവരെ ഭൂമിയിലേക്ക് അയച്ചു. ഭൂമിയിലാണ് ജീവിക്കേണ്ടതും മരിക്കേണ്ടതും എഴുന്നേൽപ്പിക്കപ്പെടുന്നതും എന്ന് അവരെ അള്ളാഹു ഉണർത്തി. തുടർന്ന് ഇനി മനുഷ്യകുലത്തിന് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയുള്ള സവിശേഷമായ ചില മാർഗനിർദ്ദേശങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല നൽകുകയാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നാം മനസ്സിലാക്കിയത് യാ ബനി ആദം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അല്ലാഹു തആല പിന്നീട് വചനങ്ങൾ അവതരിപ്പിക്കുന്നത്. 26 മുതൽ അല്ലെ, വസ്ത്ര സംസ്കാരത്തെ കുറിച്ചാണ് ആദ്യം പറയുന്നത് അല്ലെ. നിങ്ങൾക്ക് വസ്ത്രം ഇറക്കിയിരിക്കുന്നു, ലിബാസു തഖ്വയാണ് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് നിങ്ങൾ പിശാചിന്റെ കെണിയിൽ അകപ്പെട്ടു പോകരുത് എന്നതിനെ കുറിച്ച് വളരെ ശക്തമായ ഭാഷയിൽ തന്നെ പറഞ്ഞു. നിങ്ങൾ കാണാത്ത വിധത്തിൽ അവൻ നിങ്ങളെ കാണുന്നുണ്ട്, അതിനാൽ സൂക്ഷിക്കണം. അവനും അവൻ്റെ ഗോത്രവും പല വിധത്തിലും നിങ്ങളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. അത് ഈ ഭൂമിയിലെ പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ്. അതിനെ തുടർന്ന് മനുഷ്യൻ പിശാചിന് വഴിപ്പെടുന്ന ചില രീതികളെ കുറിച്ചാണ് പറഞ്ഞത്. തെറ്റുകൾ, അധർമ്മപരമായ പ്രവൃത്തികൾ, മ്ലേച്ഛവൃത്തികളൊക്കെ സംഭവിക്കുമ്പോൾ മനുഷ്യരെന്താ പറയാ? ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ കണ്ടത്, അതുകൊണ്ട് ഞങ്ങൾ അവരെ അനുകരിക്കുകയാണ് എന്ന് പറയും. അത് വലിയൊരു അബദ്ധമാണ്. പലപ്പോഴും അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലൊക്കെ മനുഷ്യൻ അകപ്പെട്ടു പോകുന്നത് അത്തരം സാഹചര്യങ്ങളിലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പൊ ഇങ്ങനെ അവർ പറഞ്ഞു, ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങൾ ഇങ്ങനെ കണ്ടിരിക്കുന്നു. അപ്പൊ അല്ലാഹു തആല തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾക്കറിയാത്തത് കെട്ടിച്ചമക്കുകയാണോ? മാതാപിതാക്കളെ ഞങ്ങൾ അങ്ങനെ കണ്ടു എന്ന് മാത്രമല്ല, വല്ലാഹു അമറന ബിഹ, അള്ളാഹു ഞങ്ങളോട് ഇങ്ങനെ ചെയ്യാൻ കൽപ്പിച്ചതാണ് എന്നുവരെ അവർ പറഞ്ഞു കളയും. അതിനവർ ചിലപ്പോൾ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നൊക്കെ കാരണങ്ങൾ കണ്ടെത്തും. അഥവാ വചനങ്ങളെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു കളയും എന്നുള്ളതാണ്.
ഇങ്ങനെയുള്ള കുറെ വിഷയങ്ങളാണ് പരാമർശിക്കപ്പെട്ടത്. ഇനി ചില അടിസ്ഥാന കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. 29-ാമത്തെ സൂക്തം ശ്രദ്ധിക്കാം. ഖുൽ അമറ റബ്ബി ബിൽ ഖിസ്ത്. ഖുൽ, പ്രവാചക, അവരോട് പറയൂ. എന്താ പറയേണ്ടത്? അമറ റബ്ബി, എൻ്റെ റബ്ബ് കൽപ്പിച്ചിരിക്കുന്നു. ബിൽ ഖിസ്ത്, നീതി കൽപ്പിച്ചിരിക്കുന്നു, നീതിയും ന്യായവും കൽപ്പിച്ചിരിക്കുന്നു എന്ന് അവരെ അറിയിക്കും. വഅഖീമു വുജൂഹക്കും ഇൻദ കുല്ലി മസ്ജിദ്. തുടർന്ന് മറ്റൊരു കാര്യം ചേർത്ത് പറയാണ്. വഅഖീമു, നിങ്ങൾ നേരെ നിലനിർത്തുവിൻ. അഖാമ യുഖീമു, നിലനിർത്തി എന്നാണ്, സ്ഥാപിച്ച് നിലനിർത്തുക എന്നാണ് അർത്ഥം. അഖിം, കൽപ്പനയാണ്. അഖിം, നീ നിലനിർത്തുക. അഖീമു, നിങ്ങൾ നിലനിർത്തുവിൻ. വ അഖീമു, നിങ്ങൾ നിലനിർത്തുകയും ചെയ്യുവിൻ. വുജൂഹക്കും, നിങ്ങളുടെ മുഖങ്ങളെ. ഇൻദ കുല്ലി മസ്ജിദ്, എല്ലാ ആരാധന സ്ഥലങ്ങളിലും. സജദ യസ്ജുദു, സുജൂദ് ചെയ്തു. മസ്ജിദ് സുജൂദ് ചെയ്യുന്ന ഇടം എന്നാണല്ലോ. നിങ്ങളുടെ മുഖങ്ങളെ എല്ലാ ആരാധന സ്ഥലങ്ങളിലും നേരെ നിർത്തുവിൻ. വദുഊഹു, ദഅ യദഉ, വിളിച്ചു പ്രാർത്ഥിച്ചു. ദുആ പ്രാർത്ഥനയാണ്. ഉദ്ഉ, കൽപ്പനയാണ്. ഉദ്ഉ, നീ വിളിക്കുക, പ്രാർത്ഥിക്കുക. ഉദ്ഉ, നിങ്ങൾ വിളിക്കുവിൻ. ഹു, അവനെ, അല്ലാഹുവെ വിളിക്കുവിൻ. മുഖ്ലിസീന ലഹു, എങ്ങനെ? അവനോട് നിഷ്കളങ്കരായിട്ട്, അവന് മാത്രമാക്കിയവരായിട്ട്. മുഖ്ലിസീൻ, അഖ്ലസ യുഖ്ലിസു. മുഖ്ലിസീന ലഹു അദ്ദീൻ, വിധേയത്വം അല്ലെങ്കിൽ അനുസരണം അള്ളാഹുവിനെ മാത്രമാക്കിയവരായിട്ട് നിങ്ങൾ അവനെ വിളിച്ചു പ്രാർത്ഥിക്കുവിൻ. മറ്റൊരു കാര്യം കൂടി ചേർത്ത് പറയാണ്. എന്താണ്? കമാ ബദഅക്കും തഊദൂൻ, കമാ പോലെ, ബദഅ യബ്ദഉ, ആരംഭിച്ചു, തുടങ്ങി എന്നാണ്. കമാ ബദഅക്കും, അവൻ നിങ്ങളെ തുടങ്ങിയതുപോലെ, തഊദൂൻ, നിങ്ങളെ മടക്കുന്നതാകുന്നു. ആദ യഊദു എന്നാണ്, മടങ്ങി എന്ന അർത്ഥത്തിൽ. ആദ യഊദു, മടങ്ങി. കമാ ബദഅക്കും തഊദൂൻ, അവൻ നിങ്ങളെ തുടങ്ങിയതുപോലെ എന്ന് പറഞ്ഞാൽ അവൻ നിങ്ങളെ ആദ്യം സൃഷ്ടിച്ചല്ലോ. അങ്ങനെ സൃഷ്ടിച്ച അതേ അവസ്ഥയിൽ തഊദൂൻ, നിങ്ങൾ മടങ്ങും. നിങ്ങളെ അവൻ പുനഃസൃഷ്ടിക്കും എന്നാണ് എൻ്റെ ഉദ്ദേശം. നിങ്ങളെ പുനർജീവിപ്പിക്കും. അതേ അവസ്ഥയിലേക്ക് നിങ്ങൾ മടങ്ങും എന്നാണ് ഒടുവിൽ പറയുന്നത്. വളരെ ശ്രദ്ധേയമായ ചില ആശയങ്ങൾ ഈ സൂക്തത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത്, ഖുൽ, പറയൂ പ്രവാചക, അമർ റബ്ബി ബിൽ ഖിസ്ത്, എൻ്റെ നാഥൻ കൽപ്പിച്ചിട്ടുള്ളത് നീതിയും ന്യായവുമാണ് എന്ന് അവരോട് പറയൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടക്കം. 29-ാമത്തെ സൂക്തത്തിന്റെ തുടക്കമാണത്, അല്ലെ? ഖിസ്ത് നീതിയാണ്. വേറെ എന്താ വാക്ക്? അദിൽ എന്ന വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? നീതി എന്ന അർത്ഥത്തില്. അപ്പൊ ഇവിടെ നീതിയും ന്യായവും നമുക്ക് ആ ആശയത്തിൽ പറയാമെന്നൊക്കെ ചേർത്ത് പറയാം. എൻ്റെ നാഥൻ നീതി കൊണ്ട് കൽപ്പിച്ചിരിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെ? എല്ലാ കാര്യത്തിലും എന്തു വേണം? മിതവും ന്യായവുമായ ഒരു സമീപനം ഉണ്ടാവണം. നീതിപൂർവമായ നിലപാടുണ്ടാവണം. ഒന്നിനെയും അവഗണിച്ച് തള്ളിക്കളയരുത്. ഒന്നിലും അമിതത്വം ഉണ്ടാവാനും പാടില്ല. രണ്ടിനും ഇടയിലുള്ള സന്തുലിതമായ സമീപനത്തിനാണ് ശരിക്കും നീതി എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കാം. സൂറത്തു ആല ഇമ്രാനില് അള്ളാഹുവെ കുറിച്ച് വന്നിരുന്നല്ലോ, അവൻ ആരാണ്? ഖായിമും ബിൽ ഖിസ്താണ് എന്ന്. അവൻ നീതി നിലനിർത്തുന്നവനാണ് എന്ന് വന്നത് ഓർക്കുന്നുണ്ടാവും. അപ്പൊ എല്ലാ കാര്യങ്ങളിലും നീതി ഉണ്ടാകണം എന്നാ പറയുന്നത്, അല്ലെ? അള്ളാഹുവിന്റെ എല്ലാ നടപടിക്രമങ്ങളിലും കൃത്യമായ നീതിബോധം ഉണ്ട് എന്നുകൂടി നാം അതോടൊപ്പം മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തില് എല്ലാ മേഖലയിലും സന്തുലിതമായ, ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സമീപനം ഉണ്ടാവണം. സ്വഭാവചര്യകളില്, സാമ്പത്തിക കാര്യത്തില്, കുടുംബകാര്യങ്ങളില്, അതുപോലെ രാഷ്ട്രീയ നിലപാടുകളിൽ,
എല്ലാത്തിൻ്റെയും അടിത്തറ നീതിയായിരിക്കണം എന്നാണ് അല്ലാഹു തആല ഇവിടെ ഉണർത്തുന്നത്. അത് നമ്മോട് കൽപ്പിക്കുകയാണ് ശരിക്കും. ഏതാണ്ട് ഇതിനോട് ചേർത്ത് പറയാവുന്ന കുറെ ആശയങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയത് തന്നെ ആയിരിക്കും അവ. ഇഹ്സാൻ, നന്മയിൽ വർത്തിക്കുക. അതുപോലെ ഹക്ക്, അവകാശങ്ങളും ബാധ്യതകളും നിർവഹിക്കുക. ഖൈർ, ഏറ്റവും ഉത്തമമായത് പ്രവർത്തിക്കുക. ബിർറ്, പുണ്യകരമായത് ചെയ്യുക. അതുപോലെ അദ്ൽ, നീതിപൂർവം ചെയ്യുക. ഇവയൊക്കെയും പരസ്പര ബന്ധിതമാണ്. നീതി എന്ന് പറയുമ്പോൾ അത് കോടതി മുഖേന നടപ്പിലാക്കേണ്ട എന്തോ ഒരു നിയമപ്രശ്നമാണ് എന്ന നിലക്കല്ല അതിനെ കാണേണ്ടത്. അങ്ങനെയുണ്ടല്ലോ, കോടതി വിധിക്കുന്നു, അപ്പോൾ ഒരാളെ ശിക്ഷിക്കാൻ വിധിക്കുന്നു, അപ്പൊ അതുവരെ കാത്തു നിൽക്കുന്നു, അപ്പൊ ഒരാൾക്ക് നീതി കിട്ടി, മറ്റൊരാൾ ശിക്ഷിക്കപ്പെടുന്നു. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഒടുവിൽ തീരുമാനിക്കപ്പെടേണ്ട ഒരു സംഗതി അല്ല അത്. പിന്നെയോ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വിശദാംശങ്ങളിലും നമ്മൾ കൂടെ കൊണ്ടു നടക്കേണ്ട ഒരു സംസ്കാരമാണ് നീതി എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നീതിയെ നമുക്ക് ശരിക്കും ഉൾക്കൊള്ളാൻ പറ്റുക. ഇന്ന് നോക്കൂ, നമ്മുടെ നാടുകളിലൊക്കെ അനീതി കത്തിപ്പടരാണ്. നമ്മുടെ രാജ്യത്ത് ഫാഷിസം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കോടതികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ അനീതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു, അല്ലെ? ഇങ്ങനെയൊക്കെയുള്ള പല സാഹചര്യങ്ങളാണ്. അതേപോലെ തന്നെ രാജ്യാന്തര തലത്തില്, അന്താരാഷ്ട്ര തലത്തിൽ ഫലസ്തീനിലേക്കൊക്കെ നോക്കുമ്പോൾ ഒരു ജനത ഇങ്ങനെ കൊന്നൊടുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആരും മിണ്ടുന്നില്ല. ഇപ്പൊ അത് അവിടെ നിന്ന് സിറിയയിലേക്ക് കടക്കുന്നു, ലബനോനിലേക്ക് കടക്കുന്നു. ഇങ്ങനെ ബോധപൂർവം ഒരു ശത്രുവെ കൃത്രിമമായി സൃഷ്ടിച്ചെടുത്തിട്ട് ഒരു ജനതയെ, ഒരു രാജ്യത്തെ തന്നെ ഇല്ലാതാക്കുന്ന പ്രവൃത്തിയാണ്. ഇവിടെ അന്താരാഷ്ട്ര സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഐക്യരാഷ്ട്ര സഭയുണ്ട്, ആംനസ്റ്റി ഇന്റർനാഷണൽ ഉണ്ട്, ഒരുപാട് മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളുണ്ട്. എല്ലാവരും നോക്കുകുത്തിയാണ്. ഇതാണോ നീതി? അല്ലല്ലോ. അതിനാൽ അമറ റബ്ബി ബിൽ ഖിസ്ത്, എൻ്റെ നാഥൻ നീതി കൊണ്ട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നീതി നടപ്പിലാക്കണം, അതിനുവേണ്ടി നിങ്ങൾ നിലകൊള്ളണം എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം എന്നുള്ളതാണ്, അല്ലെ? അതെല്ലാ കാര്യത്തിലും ഉണ്ടാകണം, വിശ്വാസ കാര്യത്തിൽ ഉണ്ടാകണം. ആർക്ക് ഇബാദത്ത് ചെയ്യലാണ് നീതി? അള്ളാഹുവിനാണ്, അല്ലെ? എന്താ കാരണം? അവനാണ് നമ്മെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്നത്. അതുകൊണ്ട് അവനല്ലേ വഴിപ്പെടേണ്ടത്. അതിൽ വലിയൊരു പഠനവും ഗവേഷണമൊന്നും വേണ്ടതില്ലല്ലോ. വീട്ടിലെ അംഗങ്ങൾ ഗൃഹനാഥനെ അനുസരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് പോലെ തന്നെ അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കണം. പക്ഷെ അള്ളാഹു അല്ലാത്ത കേവലം അവന്റെ സൃഷ്ടികളായ പലതിനും മനുഷ്യൻ വഴിപ്പെടുമ്പോൾ അത് അനീതിയല്ലേ? തീർച്ചയായിട്ടും അനീതിയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു തആല നീതിയുടെ ഒരു മാർഗം എടുത്തു പറയാണ്. എന്താണ്? വഅഖീമു വുജൂഹക്കും ഇൻദ കുല്ലി മസ്ജിദ്. വഅഖീമു വുജൂഹക്കും ഇൻദ കുല്ലി മസ്ജിദ്. നിങ്ങൾ എല്ലാ ആരാധനാ സ്ഥലങ്ങളിലും നിങ്ങളുടെ മുഖങ്ങളെ നേരെ നിർത്തുവിൻ എന്നാണ് പറയുന്നത്. ആരാധനാ സ്ഥലങ്ങളിൽ മുഖങ്ങളെ നേരെ നിർത്തുവിൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടാവും യജമാനനുമായ അള്ളാഹു, അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ആ അള്ളാഹുവിനെയാണ് നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടത്. അതാണ് നീതി. അടിമത്തത്തിന്റെ ഭാഗമായിട്ട് അവന്റെ മുമ്പിൽ മാത്രമേ നിങ്ങൾ തലകുനിക്കാൻ പാടുള്ളൂ. ആരാധ്യനായിട്ട് അവനല്ലാതെ മറ്റൊന്നിനെയും നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. ഇതാണ് നീതി. പക്ഷെ മനുഷ്യർ എവിടേക്കാ പോകുന്നത്? ആരോടൊക്കെയാ സഹായം തേടുന്നത്? അത് നീതിയാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വീട്ടിൽ നല്ല ഭക്ഷ്യ വിഭവങ്ങളും സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കണം. കുട്ടി സ്കൂൾ വിട്ട് വന്നപ്പോൾ ബാഗ് അവിടെ വെച്ചിട്ട് ഒരൊറ്റ ഓട്ടാണ്. എങ്ങോട്ടാ പോകുന്നത്? അയൽവക്കത്തേക്കാ പോകുന്നത് ഭക്ഷണം കഴിക്കാൻ. ഇഷ്ടപ്പെടുമോ? ഇല്ലല്ലോ. നമ്മൾ ദേഷ്യപ്പെടും, അല്ലേ? അവിടെ എങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ എന്ന് പറയും. കാരണം അവൻ നീതി പാലിക്കുന്നില്ല. അവന്റെ മാതാപിതാക്കൾ അവന് വേണ്ടിയിട്ട് ഒരുക്കി വെച്ച വിഭവങ്ങൾ സ്വീകരിക്കാതെ മറ്റൊരിടത്തേക്ക് അവൻ പോവാണ്. ഇത് തന്നെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. വഅഖീമു വുജൂഹക്കും ഇൻദ കുല്ലി മസ്ജിദ് വഅഖീമുസ് സ്വലാ.
എന്ന് തന്നെ ഈ വചനത്തിന് വ്യാഖ്യാനം നൽകിയവരുണ്ട്. നിങ്ങൾ എല്ലാ പള്ളികളിലും എല്ലാ ആരാധനാ സ്ഥലങ്ങളിലും നിങ്ങളുടെ മുഖങ്ങളെ നേരെ നിർത്തുവിൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് നേരെ നിർത്തുവിൻ എന്നാണ് അതിൻ്റെ ഉദ്ദേശം, അല്ലേ? അപ്പൊ ആ നേരെ നിർത്തലിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? അഖീമുസ്സല, നിങ്ങൾ നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുവിൻ എന്നത് തന്നെയാണ്. പ്രാർത്ഥിക്കുമ്പോൾ അവനിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുവിൻ. നിങ്ങൾ കഅബയെ നിങ്ങളുടെ അടിസ്ഥാന ഖിബ്ലയായിട്ട് അംഗീകരിക്കുവിൻ എന്നൊക്കെ അതിൽ ഉദ്ദേശിക്കുന്നുണ്ട്. മസ്ജിദ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമസ്കാര സ്ഥലം, സുജൂദ് ചെയ്യുന്ന സ്ഥലം, പള്ളി എന്നാണ് സാധാരണ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഭാഷാർത്ഥം എന്താണ്? മസ്ജിദ്, സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്ന് തന്നെയാണ് ഭാഷാർത്ഥം. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഇന്ദ കുല്ലി മസ്ജിദ്, സുജൂദ് ചെയ്യുന്ന എല്ലാ ഇടങ്ങളിലും നിങ്ങൾ മുഖത്തെ അള്ളാഹുവിന് നേരെ തിരിച്ചു നിർത്തുവിൻ എന്ന് മനസ്സിലാക്കുമ്പോൾ ഭൂമി മുഴുവനും നമുക്ക് പള്ളിയാണ്. അങ്ങനെയല്ലേ? അങ്ങനെയാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. എവിടെ വെച്ച് നിസ്കരിക്കാം, പള്ളിയാണ് ശ്രേഷ്ഠം, ശരിയാണ്. പക്ഷെ ഭൂമിയിൽ എവിടെ വെച്ച് നിസ്കരിക്കാം? പള്ളിയിലാകുമ്പോൾ അതിന് ശ്രേഷ്ഠതയുണ്ട്. അത് ജമാഅത്ത് നമസ്കാരമാകുമ്പോൾ 27 ഇരട്ടി പുണ്യമുണ്ട്. അതേ സമയത്ത് വിശ്വാസിക്ക് എവിടെ നിസ്കരിക്കാം? വീട്ടിലാകാം, യാത്രക്കിടയിൽ ശുദ്ധിയുള്ള ഏതിടത്തും ആകാം, ഈദ്ഗാഹിൽ പെരുന്നാൾ നമസ്കാരങ്ങൾ നിസ്കരിക്കാം, അല്ലെ? വാഹനത്തിൽ നിസ്കരിക്കാം. അള്ളാഹുവിന്റെ ദീൻ അങ്ങേയറ്റം പ്രായോഗികമായ ദീനാണ്, പ്രാക്ടിക്കലാണ്. അതിന് ആരാധനാലയങ്ങൾ മാത്രമേ പാടുള്ളൂ എന്നില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ബാബരി മസ്ജിദിന്റെ വിഷയത്തിൽ വിധി വന്നപ്പോ ആ വിധി കൽപ്പിച്ച ജഡ്ജി അതിനിടയിൽ ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട്. എന്താണ്? പള്ളി പൊളിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് ആ മുസ്ലിം സമുദായത്തിന് പ്രാർത്ഥിക്കാൻ അങ്ങനെ പള്ളി തന്നെ വേണമെന്നില്ലല്ലോ, എവിടെയും ആകാമല്ലോ എന്നൊരു നിരീക്ഷണം. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തെ ദുരുപയോഗപ്പെടുത്തലാണ്, അല്ലേ? ശരിക്ക് പള്ളിക്ക് പള്ളിയുടെ പ്രാധാന്യമുണ്ട്. അതിൽ 3 പള്ളികൾ സവിശേഷമായിട്ട് എടുത്തു പറഞ്ഞല്ലോ, അല്ലേ? 1,00,000 ഇരട്ടി പ്രതിഫലാണ് മക്കയിലെ മസ്ജിദുൽ ഹറാമിന്. മദീനയിൽ എത്തുമ്പോൾ അത് 1000 ഇരട്ടിയാണ് മറ്റു പള്ളികളെക്കാൾ. മസ്ജിദുൽ അഖ്സയിൽ 500 ഇരട്ടിയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. പള്ളികൾക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, അത് ദൈവിക ഭവനമാണ്. അപ്പൊ പള്ളി പൊളിക്കാനുള്ള ന്യായമായിട്ട് അവരത് എടുത്തു പറയാണ്. എത്ര വിചിത്രമാണല്ലേ? ഒരുപാട് പള്ളികൾ അവരുടെ ലിസ്റ്റിലുണ്ട്, പൊളി നടന്നുകൊണ്ടേയിരിക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ ന്യായം പറഞ്ഞു കളയും. അപ്പൊ യഥാർത്ഥത്തിൽ അല്ലാഹു തആല ഇവിടെ ഉണർത്തിയത് വഅഖീമു വുജൂഹക്കും ഇൻദ കുല്ലി മസ്ജിദ്, നിങ്ങൾ സുജൂദ് ചെയ്യുമ്പോഴെല്ലാം നിങ്ങളുടെ മുഖങ്ങളെ നേരെ നിർത്തുവിൻ, അഥവാ നീതിപൂർവം നിങ്ങളുടെ സൃഷ്ടാവിന്റെ നേരെ മാത്രം നിർത്തുവിൻ എന്നാണ്. സൂറത്തുൽ ജിന്നില് ഇങ്ങനൊരു വചനമുണ്ട്, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, നിശ്ചയം പള്ളികളൊക്കെയും അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ളതാണ്. പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്. അതിനാൽ അള്ളാഹുവോടൊപ്പം നിങ്ങൾ മറ്റൊന്നിനെയും വിളിച്ചു പ്രാർത്ഥിക്കാതിരിക്കുവിൻ. എന്നിട്ട് നമ്മുടെ സമുദായം തന്നെ എന്തൊക്കെ ന്യായങ്ങളാണ് പറയുന്നല്ലേ? ഇടതേട്ടം നടത്തുക എന്ന് പറഞ്ഞാൽ മഹാന്മാരായ മറ്റുള്ളവരെ മുൻനിർത്തിയിട്ട് ഇന്ന ആളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് എൻ്റെ കാര്യം സാധിപ്പിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെയൊക്കെ വേണോ? കുറുക്ക് വഴിയല്ലേ? പടച്ചോനെ നേരിട്ട് വിളിച്ചാൽ കിട്ടൂലേ? പിന്നെ എന്തിനാണ് സംശയകരമായ ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നത്? വേണ്ടതില്ലല്ലോ, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ വഅഖീമു വുജൂഹക്കും ഇൻദ കുല്ലി മസ്ജിദ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, വദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ. ആ നീതിബോധത്തിന്റെ ഭാഗമായിട്ട് ഒന്നുകൂടി പറയാണ്, വദ്ഉ, നിങ്ങൾ വിളിക്കുവിൻ, ഹു, അവനെ, അള്ളാഹുവിനെ വിളിക്കുവിൻ. എങ്ങനെ വിളിക്കണം? മുഖ്ലിസീന, മാത്രമാക്കിയവരായിട്ട്, ലഹു, അവന്, അദ്ദീൻ, അനുസരണം, അനുസരണം അവന് മാത്രമാക്കിയവരായിട്ട് അവനെ വിളിക്കുവിൻ. മുഖലിസ് എന്ന് പറഞ്ഞാൽ
സാധാരണ നിഷ്കളങ്കൻ എന്ന അർത്ഥം പറയും അല്ലെ, അങ്ങനെയാണ് പറയാം. എന്താ നിഷ്കളങ്കം എന്ന് പറഞ്ഞാൽ? കളങ്കം ഇല്ലാത്ത, വിശുദ്ധമായത് മാത്രമായ എന്നാണ്. ഒന്ന് മാത്രം, അതാണ് ഖലാസ്. എല്ലാ ന്യൂനതകളിൽ നിന്നും രക്ഷപ്പെട്ട ഒന്ന് മാത്രം. അരിയിലെ കല്ലും പതിരും ഒക്കെ നീക്കി കഴിയുമ്പോൾ അരി മാത്രം, അത് മുഖ്ലിസായ അരിയാണ് എന്ന് പറയാം. ഇവിടെ മുഖ്ലിസ് പറഞ്ഞത് അനുസരണത്തിന്റെ കാര്യത്തില്, അടിമത്തത്തിന്റെയും വിധേയത്വത്തിന്റെയും കാര്യത്തിൽ അള്ളാഹു മാത്രമാവുക എന്നാണ്. സൂറത്തുൽ ബയ്യിനയിൽ വരുന്നുണ്ടല്ലോ, എന്താണ്? വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഇത് തന്നെ പറഞ്ഞത്, മുഖ്ലിസീന ലഹുദ്ദീൻ. അവിടെ നിഷ്കളങ്കമായി അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാനാ പറഞ്ഞത്. ഇവിടെ അവനോട് ദുആ ചെയ്യാനാ പറയുന്നത്. ശരിക്കും ഇബാദത്തും ദുആയും പരസ്പരം ബന്ധമുള്ളതല്ലേ? അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന തന്നെയാണ് ഇബാദത്ത് എന്ന് അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിനാൽ അതിൽ കളങ്കം ഉണ്ടാകരുത്. പിന്നെ നിങ്ങൾക്ക് തോന്നുന്ന എന്തൊക്കെയോ കുത്തി ചേർത്ത് അതിനെ കളങ്കപ്പെടുത്തി കളയരുത് എന്നാണ് അല്ലെ. ഉള്ളതുള്ളതേ വേണ്ടൂ. നിസ്കരിക്കാൻ പറഞ്ഞാൽ നിസ്കരിക്കാം. അപ്പൊ അതിനിടയിൽ മറ്റു വല്ലതും ചേർക്കേണ്ടതുണ്ടോ? നമസ്കാരം കഴിഞ്ഞാല് പ്രാർത്ഥിക്കണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ പ്രാർത്ഥിക്കാം. അതല്ലാത്തൊരു രീതി അതിൽ സ്വീകരിക്കേണ്ടതുണ്ടോ? ഇല്ല. അപ്പൊ അതാണ് മുഖ്ലിസീന ലഹുദ്ദീൻ. അനുസരണം അള്ളാഹുവിനെ മാത്രമാക്കിക്കൊണ്ടാവണം നമ്മുടെ പ്രാർത്ഥനകളും ഇബാദത്തുകളും എന്ന് പറയണം. അതാണ് നീതി. അതുകൊണ്ടാണ് അങ്ങനെയേ പാടുള്ളൂ എന്ന് പറയേണ്ടി വരുന്നത്. നല്ലതല്ലേ, എന്താ കുഴപ്പം അല്ലേ? കുറച്ച് അങ്ങനെ ചൊല്ലിയാൽ, കുറച്ച് ഇങ്ങനെ ചൊല്ലിയാൽ എന്താ കുഴപ്പം? ഇങ്ങനെ നിഷ്കളങ്കമായി നമ്മൾ ചോദിക്കും. അങ്ങനെ അല്ലല്ലോ. ഓരോന്നിനും ഓരോ നീതിയുണ്ട്. ആ നീതിപൂർവം തന്നെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. അല്ലാതെ ചെയ്യല് നീതിക്ക് വിരുദ്ധമായിട്ട് മാറും. ഇത്രയും പറഞ്ഞിട്ട് അള്ളാഹു മറ്റൊരു കാര്യം കൂടി ചേർത്ത് പറയുന്നുണ്ട്. കമാ ബദഅക്കും തഊദൂൻ, അവൻ നിങ്ങളുടെ സൃഷ്ടിപ്പ് ആരംഭിച്ചതുപോലെ തന്നെ തഊദൂൻ, നിങ്ങൾ മടങ്ങും. വല്ലാത്തൊരു പ്രയോഗമാണ് അല്ലേ? ആരാ പടച്ചത്? പടച്ചോനാണ് പടച്ചത്. എങ്കിൽ തിരിച്ചു പോകേണ്ടത് എങ്ങോട്ടാണ്? അവന്റെ അടുക്കലേക്ക് തന്നെയാണ് തിരിച്ചു പോകേണ്ടത്. എപ്പോഴാ തിരിച്ചു പോകാം? അതിന്റെ സമയമൊക്കെ അവനാണ് നിശ്ചയിക്കുക. അവനാണ് അതിനെക്കുറിച്ചുള്ള ബോധ്യം അല്ലേ? അവൻ നിശ്ചയിക്കുമ്പോൾ, അവൻ നിശ്ചയിക്കുന്നിടത്ത് നമ്മൾ മരിച്ചു വീഴാണ്. അങ്ങനെ ഖബറിടങ്ങളിലേക്ക് എത്തും. പിന്നീട് അവൻ നിശ്ചയിക്കുമ്പോൾ നമ്മൾ ഉയർത്തെഴുന്നേൽക്കും. തഊദൂൻ അല്ലെ? കമാ ബദഅക്കും തഊദൂൻ, നിങ്ങളുടെ സൃഷ്ടി പ്രക്രിയ ആരംഭിച്ചതുപോലെ തന്നെ നിങ്ങൾ മടങ്ങിച്ചെല്ലും അവനിലേക്ക്. എങ്ങനെയായിരിക്കും അത്? വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ, ഒറ്റയാന്മാരായിട്ടായിരിക്കും. അങ്ങനെയല്ലേ ഭൂമിയിൽ വന്നത്? ഇപ്പോ 850 കോടി മനുഷ്യർ ലോകത്തുണ്ടെങ്കിൽ ഓരോ ആളും തനിച്ചാ വന്നത്. ഇരട്ട കുഞ്ഞുങ്ങളാണെങ്കിലും ആദ്യം ഒരാൾ വന്നു, പിന്നെ അടുത്ത ആൾ വന്നു, അങ്ങനെയല്ലേ വന്നത്? അങ്ങനെയാണ്. ഒന്നിച്ചിട്ട് ആരും വന്നിട്ടില്ല. അതിനാൽ അതേപോലെ തനിച്ചു തന്നെ തിരിച്ചു ചെല്ലണം എന്നതാണ് ഒന്ന്. പിന്നെ ഒന്ന് എന്താണ്? കയ്യിൽ ഒന്നുമില്ലാതെ അല്ലേ, നഗ്നരായിട്ട് വെറും കൈകളിങ്ങനെ മുറുകെ പിടിച്ച് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വന്ന ആൾക്കാരാണ് നിങ്ങൾ. ഇതേപോലെ കയ്യിൽ ഒന്നുമില്ലാതെ തിരിച്ചു ചെല്ലേണ്ടി വരും. സമ്പത്തില്ല, ആൾബലമില്ല, സ്ഥാനമാനങ്ങളില്ല, ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ തിരിച്ചു പോകണം. തഊദൂൻ, നിങ്ങൾ തിരിച്ചു പോകും. പക്ഷെ നിങ്ങൾക്കതിനിടയിൽ ചെറുതൊക്കെ ചെയ്യാം. ഈ ആയുഷ്കാലത്തിനിടയിൽ നന്മകൾ ഒരുപാട് ചെയ്തു കൂട്ടിയിട്ട് അതൊക്കെ പരലോകത്തേക്കുള്ള ഈടുവെപ്പാക്കി മാറ്റാൻ കഴിയും. അതിന് നിങ്ങൾക്ക് മനസ്സുണ്ടാവണം. ഇവിടെ എന്തിനാ ഇത് പറഞ്ഞത്? ആദ്യം നീതിയെ പറ്റിയല്ലേ പറഞ്ഞത്? ഖുൽ അമറ റബ്ബി ബിൽ ഖിസ്ത് എന്ന് പറഞ്ഞല്ലേ തുടങ്ങിയത്. അതും പരലോകവും തമ്മിൽ ബന്ധമുണ്ടോ? അതുമായിട്ടേ ബന്ധമുള്ളൂ അല്ലേ? മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥനാണവൻ എന്ന് നമ്മൾ ഫാത്തിഹയിൽ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പൊ എങ്കില് ശരിക്കും ഈ ലോകം തന്നെ പഠിച്ചത്, ഈ ലോകത്ത് മനുഷ്യരെ വ്യാപിപ്പിച്ചത്, സകല സംവിധാനങ്ങൾ ഒരുക്കിയതൊക്കെയും ഈ ഒരു നീതി പുലരാൻ വേണ്ടിയാണ്. നമ്മുടെ ഓരോ കർമ്മങ്ങളും ചികഞ്ഞെടുത്ത് വിചാരണ ചെയ്ത് രക്ഷാശിക്ഷകൾ നൽകാൻ വേണ്ടിയാണ്. അതാണ് നീതിയുടെ പരമമായ കോടതി എന്ന് പറയുന്നത്. ഒരനക്കവും ഒരടക്കവും വിട്ടുപോകാത്ത വിധത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ വിചാരണ നടത്തിയിട്ട് തീരുമാനങ്ങളിലേക്ക് പോകും എന്നല്ലേ? അങ്ങനെയാണ്. കമാ ബദഅക്കും തഊദൂൻ. ഒരുപാട് ആലോചിക്കാനുണ്ട്. കഴിഞ്ഞുപോയ ജീവിത വഴികളെക്കുറിച്ച് ആലോചിച്ചു നോക്കിയാൽ എന്താണ്, നെല്ലാണോ പതിരാണോ കതിരാണോ എന്നുള്ള ആലോചനകൾ ഉണ്ടാവണം. കമാ ബദഅക്കും തഊദൂൻ. എങ്ങനെ നീതി പുലരും? നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും, നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊണ്ടാലും ഇല്ലെങ്കിലും, നാളെ പരലോകത്ത് പുലരാനുള്ളതാണ് ഈ നീതി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മെ ഉണർത്തുകയാണ് എന്ന് മനസ്സിലാക്കണം. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ തന്നെ തുടർച്ചയായിട്ടാണ് 30-ാമത്തെ സൂക്തം അവതരിപ്പിക്കുന്നത്. എന്താണ്? പാരായണം ചെയ്തിട്ട് തുടരാം. ഫരീഖൻ ഹദാ വഫരീഖൻ ഹഖ്ഖ അലൈഹിമുദ്ദലാല ഇന്നഹും ഇത്തഖദു അശ്ശയാതീന ഔലിയാഅ മിൻ ദൂനില്ലാഹി വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ. അങ്ങനെ അല്ലാഹു തആല നീതി നടപ്പിലാക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ നീതിയുടെ ഭാഗമായിട്ട് ഈ ലോകത്ത് തന്നെ ചിലത് സംഭവിക്കുന്നുണ്ട്. ഫരീഖൻ ഹദ. എന്താണ് ഫരീഖൻ? ഈ മനുഷ്യരിൽ ഒരു വിഭാഗത്തെ ഹദ, അവൻ സന്മാർഗ ദർശനം ചെയ്തു. അള്ളാഹു വഴി കാണിച്ചു കൊടുത്തു ഒരു സമൂഹത്തിന്, ഒരു വിഭാഗത്തിന്. വ ഫരീഖൻ, മറ്റൊരു വിഭാഗത്തെ ആകട്ടെ ഹഖ്ഖ അലൈഹിമുദ്ദലാല. ഹഖ്ഖ അലൈഹിം, അവർക്ക് മേൽ അവകാശമായിരിക്കുന്നു, അവരുടെ ഹക്കായിരിക്കുന്നു, അവർക്ക് അർഹതപ്പെട്ടതായിരിക്കുന്നു അദ്ദലാല, വഴികേട് എന്നാണ് പറയുന്നത്. ഒരു വിഭാഗത്തെ അവൻ വഴി കാണിച്ചു കൊടുത്തു, മറ്റൊരു വിഭാഗമാവട്ടെ അവർക്ക് അവകാശപ്പെട്ടത് വഴികേടാണ് എന്ന് അല്ലാഹു പറയുന്നു. ഇന്നഹും ഇത്തഖദു അശ്ശയാതീന ഔലിയാഅ മിൻ ദൂനില്ലാ. എന്താ അങ്ങനെ സംഭവിച്ചത്? അത് അനീതിയല്ലേ എന്ന് നമുക്ക് തോന്നും. അപ്പൊ അള്ളാഹു കാരണം പറയാണ്, ഇന്നഹും, നിശ്ചയം അവര്, ഇത്തഖദു, അവർ സ്വീകരിച്ചിരിക്കുന്നു, അശ്ശയാതീൻ, പിശാചുക്കളെ, ഔലിയ, മിത്രങ്ങളായിട്ട്, രക്ഷകരായിട്ട് സ്വീകരിച്ചു, മിൻ ദൂനില്ലാ, അള്ളാഹുവെ കൂടാതെ. വയഹ്സബൂൻ, ഹസിബ യഹ്സബു, അവർ വിചാരിക്കുകയും ചെയ്യുന്നു, അന്നഹും, തീർച്ചയായും അവര്, മുഹ്തദൂൻ, സന്മാർഗം പ്രാപിച്ചവരാണ് എന്ന് വിചാരിക്കുന്നു. ഇതാ ഉണ്ടായത്. ആലോചിച്ച് നോക്കൂ. വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ് പറയുന്നത്. ഫരീഖൻ ഹദ വ ഫരീഖൻ ഹഖ്ഖ അലൈഹിമുദ്ദലാല. ഒരു വിഭാഗം സന്മാർഗം പ്രാപിച്ചു, മറ്റേ വിഭാഗമാകട്ടെ അവർക്ക് അർഹതപ്പെട്ടത് വഴികേടാണ് എന്ന് അല്ലാഹു പറയാണ്. അപ്പൊ ആരാണ് കാരണക്കാരൻ? അല്ലാഹു ആണോ? അല്ല. ഓരോ മനുഷ്യനും അല്ലാഹു തആല നൽകിയ വിവേചന ബോധം, അല്ലാഹു തആല നൽകിയ സ്വാതന്ത്ര്യം അവനവൻ ഉപയോഗപ്പെടുത്താൻ. അത് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം, തിന്മയ്ക്ക് വേണ്ടി ആകാം. ഇവിടെ ഒന്നാമത്തെ വിഭാഗം ഫരീഖൻ ഹദ എന്ന് പറയുമ്പോൾ അവര് നന്മയുടെ മാർഗത്തിൽ മുന്നോട്ട് പോയി. അപ്പൊ അല്ലാഹു തആല അതിനുള്ള അവസരങ്ങൾ അവർക്ക് തുറന്നു കൊടുത്തു. അങ്ങനെയല്ലേ? നമ്മൾ ഇന്ന് സുബ്ഹ് നമസ്കരിച്ചത് നമ്മൾ ബോധപൂർവം തീരുമാനിച്ചത് കൊണ്ടാണ്. അതേ സമയത്ത് ചെറിയൊരു തണുപ്പുണ്ടല്ലോ, അപ്പൊ ഒന്നുകൂടി കിടക്കട്ടെ എന്ന് തീരുമാനിച്ചവരോ, അവർക്കത് കിട്ടിയില്ല. ആരാ കാരണക്കാരൻ? അവനവനാണ്, അല്ലാഹു അല്ല. പക്ഷെ ഒരാൾ എഴുന്നേൽക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, അലാം വെച്ചിട്ടില്ലെങ്കിലും മനസ്സിൽ എഴുന്നേൽക്കണമെന്നുണ്ടെങ്കിൽ അയാൾ ഞെട്ടി ഉണർന്നിരിക്കും. അപ്പൊ അതിൽ അള്ളാഹുവിന്റെ ഒരു ഇടപെടൽ ഉണ്ടാവും. ആഗ്രഹം ഉണ്ടായിരുന്നു,
ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിരുന്നു. മറ്റേയാൾ അങ്ങനെയല്ല. അലാറം അടിച്ചപ്പോഴും അയാൾ അത് പെട്ടെന്ന് ഓഫ് ചെയ്തിട്ട് തിരിഞ്ഞു കിടന്നതാണ്. അപ്പൊ രണ്ടും രണ്ടല്ലേ? അപ്പോൾ ഈ അനുഗ്രഹം, സുബ്ഹ് നമസ്കരിക്കുക എന്ന അനുഗ്രഹം നമ്മൾ തന്നെ പരിശ്രമിച്ച് നേടുന്നതാണ്, അല്ലേ? അപ്പൊ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള സഹായം ഉണ്ടാവും. മറ്റേയാളോ, അയാളുടെ മനസ്സതിന് പാകപ്പെട്ടിരുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അയാൾക്കത് കിട്ടിയില്ല. ഇങ്ങനെ മാത്രമാണ് ഇതിനെ മനസ്സിലാക്കേണ്ടതുള്ളൂ. പക്ഷെ അള്ളാഹു താല ഒരു കാര്യം പറയുമ്പോൾ അവൻ ചെയ്തു എന്ന രൂപത്തിലാണ് പറയാം. കാരണം എല്ലാം അവന്റെ തീരുമാനം അനുസരിച്ചാണ് അന്തിമമായിട്ട് നടക്കുക. പക്ഷെ നമുക്കൊരവസരമുണ്ട്. ആ അവസരം ഉപയോഗപ്പെടുത്തിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അനുസരിച്ച് മുന്നോട്ട് പോകും എന്ന് മനസ്സിലാക്കണം. ഫരീഖൻ ഹഖ്ഖ അലൈഹിമുൽ ളലാല, ഒരു വിഭാഗം അവർക്ക് അർഹതപ്പെട്ടത് വഴികേടാണ് എന്നാണ് അള്ളാഹു പറഞ്ഞത്. അവർക്ക് അർഹതപ്പെട്ടത് വഴികേടാണ്. അപ്പൊ അവരത് കണ്ടെത്തി തെരഞ്ഞെടുത്തതാണ് എന്നർത്ഥം. എന്നിട്ട് അതിന്റെ കാരണം പറഞ്ഞു, ഇന്നഹു മുത്തഖദു ശയാത്തീന ഔലിയാ മിൻ ദൂനില്ലാ. അവര് പടച്ചോനെ മാറ്റി നിർത്തിയിട്ട് അവരുടെ രക്ഷകനും കൈകാര്യകർത്താവും ഒക്കെ ആയിട്ട്, അവരുടെ മിത്രങ്ങളുമായിട്ട് പിശാചുക്കളെയാണ് സ്വീകരിച്ചത്. നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ പിശാചിന്റെ വലയിൽ അകപ്പെട്ടു പോകരുത്. ലാ യഫ്തിനന്നകുമു ശൈത്താൻ, പിശാച് നിങ്ങളെ കെണിയിൽ അകപ്പെടുത്താതിരിക്കട്ടെ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പലരും ചെന്ന് വീഴാണ് പിന്നെയും. വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാചകമാണ്. വയഹ്സബൂൻ, അവർ വിചാരിക്കുന്നു, അന്നഹും മുഹ്തദൂൻ, തങ്ങൾ സന്മാർഗം പ്രാപിച്ചവരാണ് എന്നവർ വിചാരിക്കുന്നു. എന്താ കാരണം? അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പക്ഷെ ചെയ്യുന്നതൊക്കെ അബദ്ധമാണ്. അവരുടെ ദൈവസങ്കല്പം തെറ്റായതാണ്. അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ വഴികേടിലാണ്. അവര് ലക്ഷ്യമെന്ന് കരുതുന്നത് തെറ്റായ ലക്ഷ്യങ്ങളാണ്. ഇങ്ങനെ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടാകും. ഇപ്പോ ബഹുദൈവാരാധകരും പലതും ചെയ്യുന്നുണ്ടല്ലോ. അവർ കരുതുന്നത് അതൊക്കെ ദൈവത്തിനുള്ള സമർപ്പണമാണ് എന്നാണ്. യാഥാർത്ഥ്യം അതല്ലല്ലോ. ഏകനായ രക്ഷകനായ ഒരേ ഒരുവനുണ്ട്. അവന് വഴിപ്പെട്ടാലേ രക്ഷയുള്ളൂ. പക്ഷെ അതവർ തിരിച്ചറിയുന്നില്ല. ഇത് വലിയൊരു അബദ്ധമാണ്. താൻ ചെയ്യുന്ന അബദ്ധം സുബദ്ധമാണ്, നല്ലതാണ് എന്ന് കരുതിയിട്ട് ആത്മാർത്ഥതയോടത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അവര്. ഇത് വലിയ അബദ്ധമായിരിക്കും, അല്ലെ? അതിനെക്കുറിച്ചാണ് വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ. നമ്മുടെ സമുദായത്തിനകത്ത് അന്ധവിശ്വാസ അനാചാരങ്ങളിൽ അകപ്പെടുന്ന ആളുകളും പറയുക, ഇതൊക്കെ നല്ലതല്ലേ, ഇത് ചെയ്യാത്തവരാണ് പിഴച്ചു പോയവരെന്ന് പറയും. അങ്ങനെ ഒരുപാട് ചെയ്തു പോകും. യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്ത് കാണാം. അപ്പൊ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തു കൂട്ടിയിട്ട് ഇത് നല്ലതാണെന്ന് കരുതുക. അങ്ങനെ അല്ലല്ലോ. മുഖ്ലിസീന ലഹുദ്ദീൻ, അനുസരണം അള്ളാഹുവിനെ മാത്രമാക്കിയിട്ട് അവന്റെ മാത്രം കൽപ്പന പാലിച്ച് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ അബദ്ധമാണ് എന്ന് അള്ളാഹു താല ഒടുവിൽ സൂചിപ്പിക്കാൻ. അപ്പൊ അള്ളാഹുവിനുള്ള ഇബാദത്തിൽ നീതിയുണ്ട്. ആർക്ക് താൻ വഴിപ്പെടണം എന്ന് തീരുമാനിക്കുന്നിടത്ത് നീതിയുടെ പക്ഷം ചേരണം. അതിൽ വെള്ളം കലർത്താൻ പാടില്ല, കൃത്രിമങ്ങൾ കാണിക്കാൻ പാടില്ല. ഉള്ളതുപോലെ മാത്രം. അതിനെ കൂടെ മറ്റു പലതും വെച്ചു കെട്ടിയിട്ട് ഈ സത്യത്തെ മലിനമാക്കാൻ പാടില്ല. അപ്പൊ നീതി അനീതി എന്ന് പറയുമ്പോൾ സാധാരണ കോടതി വ്യവഹാരങ്ങളിലെ എന്തൊക്കെയോ വാങ്ങൽ കൊടുക്കലുകളെ കുറിച്ച് മാത്രമാണെന്ന് കരുതരുത്. വിശ്വാസത്തോട് നീതി പുലർത്തണം, ആദർശത്തോട് നീതി പുലർത്തണം, അനുഷ്ഠാനങ്ങളിൽ നീതി പുലർത്തണം, അള്ളാഹുമായുള്ള ബന്ധത്തിൽ നീതിബോധം ഉണ്ടാവണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നിടത്ത് നീതിബോധം ഉണ്ടാവണം. എല്ലാം പറഞ്ഞതുപോലെ സന്തുലിതമായിട്ട് ചെയ്യണം. കൂടാനും പാടില്ല, കുറയാനും പാടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് നമുക്കൊക്കെ സംഭവിച്ചു പോകുന്ന അബദ്ധം അതാണ്. ഉണ്ടെങ്കിൽ അമിതമായിട്ട് പരിധി വിട്ട രൂപത്തിലുള്ള ശൈലികൾ ആരാധനാ രംഗത്തും മറ്റുമൊക്കെ. ഇല്ലെങ്കിൽ ഒന്നുമില്ല, ഞാൻ യുക്തിവാദിയാണ്, ലിബറലിസ്റ്റാണ്, വ്യക്തിവാദിയാണ് എന്നൊക്കെ പറയാം, അല്ലേ? രണ്ടിനും ഇടയിലെ സന്തുലിതമായൊരു രീതിയുണ്ട്. ഈ ലോകത്തെ ഉപയോഗപ്പെടുത്തിയിട്ട്
പരലോകത്ത് വിജയം നേടുക എന്നതാണത്. ആ വഴിയാണ് നമുക്ക് സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഈ രണ്ട് സൂക്തങ്ങൾ വളരെ ശ്രദ്ധേയമായ സൂക്തങ്ങളാണ്. നമ്മുടെ എല്ലാ നിലപാടുകളെയും സ്വാധീനിക്കേണ്ട സൂക്തങ്ങളാണ്. നീതിയാണ് ഇതിലെ അടിസ്ഥാന വിഷയം. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ വചനങ്ങളെ യഥാവിധി ഉൾക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പടച്ചവനെ, ഞങ്ങളുടെ മനസ്സുകളെ നിന്നോട് ചേർത്ത് നിർത്തണേ റബ്ബേ. നിന്നോടുള്ള വിശ്വാസത്തിലും ഇബാദത്തിലും എല്ലാം നീതിബോധം നിലനിർത്തുവാൻ തൗഫീഖ് നൽകണേ റബ്ബേ. പടച്ചവനെ, എല്ലാ ജീർണതകളിൽ നിന്നും തീവ്രതകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റബ്ബേ. സന്തുലിതമായ മനസ്സ് നൽകി അനുഗ്രഹിക്കണേ നാഥ. എല്ലാ പ്രയാസങ്ങളും ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ റബ്ബേ. രോഗങ്ങൾ കൊണ്ട്, കടബാധ്യതകൾ കൊണ്ട്, മനപ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പലരുമുണ്ട്. ആശ്വാസം നൽകണേ നാഥ. ഒരുപാട് സതുദ്ദേശങ്ങളുണ്ട് റബ്ബേ. നീ തന്നെ ഏൽപ്പിച്ച ഞങ്ങളുടെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ ഉത്തരവാദിത്തങ്ങൾ എല്ലാം നിർവഹിക്കാൻ തൗഫീഖ് നൽകണേ നാഥ. ഞങ്ങളുടെ ഫലസ്തീനിലെ, സിറിയയിലെ, അങ്ങനെ ഒരുപാട് ഇടങ്ങളിലെ സഹോദരങ്ങൾക്ക് മനസ്സമാധാനം നൽകണേ റബ്ബേ. രക്ഷ നൽകണേ നാഥ. അവർക്ക് നീതി പുലരുന്ന ഒരു നാൾ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളിൽ മൺമറഞ്ഞു പോയ ഉമ്മമാര്, വാപ്പമാര്, സഹോദരി സഹോദരങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണേ നാഥ. നാളെ നിന്റെ ജന്നാത്തിൽ ഞങ്ങളെയും അവരെയും ഒരുമിച്ച് ചേർക്കണേ റബ്ബേ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله.